തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ അറസ്റ്റിലായ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിലാണ് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹൈദരാബാദ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ചിക്കടുപള്ളി സ്റ്റേഷനിലേക്ക് അല്ലു അർജുനെ എത്തിക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് പോലീസിന്റെ നടപടി. വിശദാംശങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ പുഷ്പ 2 ചിത്രത്തിന്റെ റിലീസിനിടെ ആദ്യ ദിവസം തന്നെ ഉണ്ടായ തിക്കും തിരക്കും, അന്ന് ആ യുവതിയുടെ മരണമേറെ ദാരുണമായിരുന്നു. ആ ഒരു ചിത്രം സൂപ്പർ ഹിറ്റ് നിരയിലേക്ക് അല്ലെങ്കിൽ ആ പട്ടികയിലേക്ക് വന്നെങ്കിൽ പോലും ഇത് ഒരു കണ്ണീരായി അവിടെ അവശേഷിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്? ടോം, അതിനാടകീയമായ നീക്കങ്ങൾ ആണ് ഹൈദരാബാദ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് ആണ് ഇപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലു അർജുന്റെ ജൂബിലി ഹിൽസിലെ വസതിയിൽ എത്തിയാണ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസും മറ്റ് നടപടിക്രമങ്ങളും നടക്കുന്നത് ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ ആണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ആകാം ഔദ്യോഗികമായി രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്ലു അർജുനെ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ളതാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 105, 118, 1 എന്നീ വകുപ്പുകൾ അനുസരിച്ച് ആണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് പ്രകാരം ഏതാണ്ട് 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതും അതോടൊപ്പം തന്നെ പിഴത്തുക അടയ്ക്കേണ്ടതായും വരുന്ന വകുപ്പുകൾ ആണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ടോം, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കണം, FIR റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് അല്ലു അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഈ അറസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അത് അല്ലു അർജുൻ ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും, അല്ലെങ്കിൽ അല്ലു അർജുന് മുൻകൂർ ജാമ്യമൊക്കെ ലഭിക്കും എന്ന് ആരാധകർ ഒന്നടങ്കം പ്രതീക്ഷിച്ചിരുന്നു. അതിനിടയിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയുമായി ബന്ധപ്പെട്ട് ആണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത്. ഡിസംബർ 4 ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. അന്ന് പുലർച്ചെ മുതൽ നമുക്കറിയാം ഷോകൾ ആരംഭിച്ച ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. പ്രീമിയർ ഷോകളിൽ തിയേറ്ററിൽ വലിയ തിക്കും തിരക്കും ഒക്കെ ആണ് അനുഭവപ്പെട്ടിരുന്നത്. ആരാധകർക്ക് പുറമേ ഉള്ള പ്രേക്ഷകരും ഒക്കെ ഈ സിനിമ കാണാനായി എത്തിയിരുന്നു. അങ്ങനെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. മാത്രവുമല്ല, ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ആണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് 11 മണിയോടുകൂടി ആണ് അല്ലു അർജുൻ ഈ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ തിയേറ്ററിലേക്ക് കൃത്യമായി അല്ലു അർജുൻ എപ്പോഴാണ് എത്തുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉയരുന്നത്. മാത്രവുമല്ല, ഈ താരം, നമുക്കറിയാം അല്ലു അർജുന് നേരത്തെ തന്നെ വലിയ ആരാധകർ ഉള്ള ഒരു താരം ആണ്. അത് ഹൈദരാബാദിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, രാജ്യത്തിന് പുറത്തൊക്കെ വലിയ ആരാധക വൃന്ദം അദ്ദേഹത്തിന് ഉണ്ട്. അങ്ങനെ ഒരു പുഷ്പ 2 എന്നത് ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായി മാറും എന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ അവകാശപ്പെടുന്ന ഒരു ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്ക് അത്രയും വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടപ്പോഴാണ് അംഗരക്ഷകരുമായി ഈ അല്ലു അർജുൻ തിയേറ്ററിലേക്ക് എത്തിയത്. അങ്ങനെ എത്തുമ്പോൾ കൃത്യമായ അറിയിപ്പ് പോലീസിന് നൽകിയിരുന്നില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബൗൺസർമാർ, നമുക്കറിയാമല്ലോ ഈ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളൊക്കെ അവർക്ക് അംഗരക്ഷകരായി ഉപയോഗിക്കുന്നത് കായികമായി ഏറെ ശേഷിയുള്ളവരെയാണ്. ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ താരത്തിനടുത്തേക്കൊക്കെ എത്തിയാൽ അവരെ തുരത്തുന്ന ഒരു സംഘമാണ് ബൗൺസർമാരായി ഉള്ളത്. ഇങ്ങനെ താരം തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുകയും അവരെ ഓടിക്കുന്നതിന് വേണ്ടി ബൗൺസർമാർ ബലപ്രയോഗം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ആ അക്രമത്തിൽ അല്ലെങ്കിൽ ഈ ആരാധകരെ വിരട്ടി ഓടിച്ച ഒരു സാഹചര്യത്തിലാണ് തിക്കും തിരക്കും ഉണ്ടാവുകയും അങ്ങനെ 35 വയസ്സുകാരി രേവതി മരണപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഒപ്പം രേവതിയുടെ മകന്
പരിക്കേൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. ഇത് വലിയ ആക്ഷേപമാണ് ഉയർത്തിയത്, വലിയ ആരോപണങ്ങൾ നേരിടുന്ന തീർച്ചയായും അങ്ങനെ ആ രേവതിയുടെ മകന് പരിക്കേറ്റിരുന്നു. ആ മകന്റെ ചികിത്സ അല്ലു അർജുൻ ഏറ്റെടുത്തിരുന്നു. കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി. അതിനിടെ അഭിലാഷ്, പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ പോലീസിന്റെ നടപടിയോട് അല്ലു അർജുൻ അതൃപ്തി രേഖപ്പെടുത്തുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മാത്രമല്ല അതിനുശേഷം അല്ലു അർജുന്റെ ഭാഗത്തുണ്ടായ പ്രതികരണങ്ങൾ പോലും എന്തിനാണ് ഒരു കിടപ്പമുറിയിൽ നിന്നും തന്നെ വിളിച്ചെഴുന്നേപ്പിച്ചു കൊണ്ടുപോയി ഈ രീതിയിൽ നാടകീയമായ ഒരു അറസ്റ്റ്, ആ ഒരു നടപടിയിലേക്ക് പോലീസ് എന്തിനാണ് നീങ്ങിയതെന്ന ചോദ്യം അല്ലു അർജുൻ ഉന്നയിക്കുന്നുണ്ടല്ലോ, അല്ലു അർജുന്റെ ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ, നാടകീയമായ അറസ്റ്റിന് പിന്നാലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നുണ്ടോ അഭിലാഷ്? തീർച്ചയായും അല്പസമയം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകും. പക്ഷേ പോലീസിന്റെ നടപടിയെ നമുക്ക് ആ രീതിയിൽ വിമർശിക്കാൻ സാധിക്കില്ല ടോം. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ആ ദർശനത്തെ അടക്കം ഹൈക്കോടതി വിമർശിച്ച ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ദിലീപിന് എന്ത് പ്രത്യേകതയാണുള്ളത്, എന്തിനാണ് VIP പരിഗണന നൽകുന്നത് എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പ്രതിഭാഗത്തേക്ക് വരുന്നത് അല്ലു അർജുനാണ്. അല്ലു അർജുന് വലിയ താര പരിവേഷം ഉണ്ടാകാം, വലിയ ആരാധകർ ഉണ്ടാകാം. പക്ഷേ അല്ലു അർജുൻ ടോമിനെ പോലെ, അഭിലാഷ് KP യെ പോലെയൊക്കെ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതിൽ ഒരു മാറ്റവുമില്ല. സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്നത് അല്ലു അർജുൻ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്കെതിരായ FIR റദ്ദാക്കണം, കേസ് റദ്ദാക്കണം, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ആവശ്യം. ഇങ്ങനെ ഒരു ആവശ്യം കോടതിയിലേക്ക് എത്തുമ്പോൾ, കേസ് കോടതി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും നിയമ സംവിധാനത്തിന് മുന്നിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉയരും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്, ഒരു സ്ത്രീ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്നതായിരിക്കും ആ ചോദ്യം. അതിന് പോലീസിന് കൃത്യമായ മറുപടി നൽകേണ്ടതായി വരും. ആ മറുപടിയിൽ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ ചില അറസ്റ്റുകൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ സന്ധ്യ തിയേറ്ററിന്റെ സീനിയർ മാനേജറെ ആണ്. അതായത് ആ തിയേറ്ററിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല, കൃത്യമായി പോലീസിനെ അറിയിച്ചില്ല. ഈ തിക്കും തിരക്കും ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ ആളുകൾ അത് എവിടെ ഒത്തുകൂടിയാലും അതിന്റെ സംഘാടകർ കൃത്യമായി ആ പ്രതിസന്ധി പോലീസ് സംവിധാനത്തെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത്. മറ്റൊന്ന്, ഈ ബൗൺസർമാർ എന്നൊക്കെ പറഞ്ഞ് താരങ്ങൾ അംഗരക്ഷകരെ ഒപ്പം നിർത്തുമ്പോൾ അവർ നിയമത്തിന് അതീതരല്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ഏതെങ്കിലും മറ്റൊരു വ്യക്തിയെ മർദ്ദിക്കാനോ അവിടെ നിന്ന് വിരട്ടി ഓടിക്കാനോ ഒന്നുമുള്ള ഒരു നിയമപരവുമായ അവകാശവുമില്ല. അങ്ങനെ ഉള്ള ബൗൺസർമാർ ആണ്, അല്ലെങ്കിൽ അംഗരക്ഷകർ ആണ് ഈ വലിയ തിക്കും തിരക്കും സൃഷ്ടിച്ചത്, ഈ അപകട മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവരിൽ ചിലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ആൾ എന്നത് അല്ലു അർജുൻ തന്നെയാണ്. താരപരിവേഷം ഉള്ളതുകൊണ്ട് ആണോ അല്ലു അർജുനെ മാറ്റി നിർത്തിയത് എന്ന ചോദ്യം സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. നമുക്കറിയാം, വഞ്ചിയൂരിൽ CPIMന്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ അടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്ന ചോദ്യം, എന്തുകൊണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം, ആ സ്റ്റേജിന്റെ അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടിയ ആളുകളെയും അതിന്റെ സാധന സാമഗ്രികളും ഒക്കെയാണ് പോലീസ് പിടികൂടിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയവും കോടതിയിലേക്ക് വരുമ്പോൾ എന്ത് നടപടിയെടുത്തു ഇത്രയും ദിവസം ഉണ്ടായിട്ട്? അതായത് അല്ലു അർജുന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അല്ലു അർജുൻ അങ്ങനെ ഏതെങ്കിലും സുരക്ഷാ സംവിധാനത്തിലോ അംഗരക്ഷകരുടെ വലയത്തിലോ ഒക്കെ ആയിരുന്നോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ അല്ലു അർജുനെ പോലീസ് ബന്ധപ്പെട്ടിരുന്നോ, കോടതിയിൽ എത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നോ, ഇതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് അവിടെ എത്തി, അല്ലു അർജുന്റെ വീട്ടിൽ എത്തി അറസ്റ്റ് ചെയ്തു എന്നതിന് നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ ഈ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ടാകണമെന്നില്ല അല്ലു അർജുൻ. പോലീസിന്റെ നടപടി അഭിനന്ദിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം അഭിലാഷ്, കേരളത്തിലാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായതെങ്കിൽ, കേരളത്തില് സിനിമാ മേഖലയിൽ ലൈംഗിക പീഡന പരാതികൾ പോലും ഉയർന്നു വന്നപ്പോഴും അവിടെ ഈ പ്രതികളായിട്ടുള്ള സിനിമാ താരങ്ങൾക്ക്, സൂപ്പർ താരങ്ങൾക്കൊക്കെ കോടതിയിൽ പോയി ജാമ്യം നേടാനുള്ള സാഹചര്യമൊക്കെ കേരള പോലീസ് ഒരുക്കിയതാണ്. പക്ഷെ ഹൈദരാബാദ് പോലീസ് വളരെ നീതിപൂർവ്വം തന്നെ പ്രവർത്തിക്കുന്നു. അല്ലു അർജുന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോകാനുള്ള സാഹചര്യം പോലും ഒരുക്കിയില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അല്ലു അർജുൻ എന്തുകൊണ്ടാണ് അത്തരമൊരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാതിരുന്നത് അഭിലാഷ്?
അല്ലു അർജുൻ കോടതിയെ സമീപിച്ചിരുന്നു ടോം. പ്രത്യേകിച്ച് തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചത്. എന്നാൽ ആ വിഷയത്തെ അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിലടക്കം അങ്ങനെ പരിഗണിക്കും എന്നും അതുവരെയെങ്കിലും അല്ലു അർജുന്റെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുമാണ് പൊതുവെ വിലയിരുത്തിയിരുന്നത്. തനിക്കെതിരായ FIR റദ്ദാക്കണം എന്നാണ് അല്ലു അർജുൻ നൽകിയിട്ടുള്ള ഹർജിയിലെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ ആരാധികയുടെ അല്ലെങ്കിൽ 35-കാരിയുടെ മരണത്തിൽ തനിക്ക് പങ്കില്ല എന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. തിക്കും തിരക്കും താനായി സൃഷ്ടിച്ചതല്ല എന്ന വിവരവും ഈ ഹർജിയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ടോം, ഈ കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഈ കുട്ടിയുടെ, അതായത് മരണപ്പെട്ട സ്ത്രീയുടെ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്ന് അല്ലു അർജുൻ അറിയിച്ചതാണ്. ഒപ്പം ഈ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം നൽകുമെന്നൊക്കെ അല്ലു അർജുൻ അറിയിച്ചതാണ്. പക്ഷേ അതൊന്നും നിയമപരമായ നടപടികൾ അല്ല, അതിന് പുറത്തു നടക്കുന്ന ഒന്നാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നു. ആ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി 35-കാരി മരണപ്പെടുന്നു. അതിന് കാരണമായ പശ്ചാത്തലം എന്നത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ അതിന് സാധിച്ചില്ല, അത് അറിയിച്ചില്ല എന്നുള്ളതാണ്. താരപരിവേഷം ഉള്ള ഒരാൾ വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിനിടയിലേക്ക് എത്തി ക്രമസമാധാനമടക്കം തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ബോധപൂർവമായ മർദ്ദനം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 105, 108, 1 ഉപവകുപ്പുകൾ അടക്കം ആണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ ബോധപൂർവമായ ദേഹോപദ്രവം എന്ന വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഹൈദരാബാദ് അല്ലെങ്കിൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ താരങ്ങളുടെ പരിവേഷം എന്നത് മലയാളികൾ നൽകുന്ന താരപരിവേഷമല്ല, ദൈവതുല്യരായൊക്കെ അവരെ കാണുന്ന സാഹചര്യമാണുള്ളത്. വൈകാരികമാണ് പലപ്പോഴും ഈ താരങ്ങളോടുള്ള ആരാധന. അത്തരം പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട്. ആ സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ഹൈദരാബാദ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ദിവസങ്ങൾ പലത് കഴിഞ്ഞു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ടോം. കാരണം ഡിസംബർ 4-ാം തീയതിയാണ് പ്രീമിയർ ഷോയ്ക്കിടെ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് എന്തു ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് വിലയിരുത്തപ്പെടേണ്ട, അല്ലെങ്കിൽ ഒരു മരണം എന്നത് ഒരു അസാധാരണമായ മരണം അല്ല എന്ന് കൃത്യമായി പോലീസിന് ബോധ്യപ്പെട്ട ഒരു സംഭവത്തിൽ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ അല്ലു അർജുനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്ന സ്വാഭാവികമായ ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ജാമ്യമോ, അല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം, അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും അല്ലു അർജുനുമേൽ വലിയ കുറ്റങ്ങൾ അല്ല, അല്ലെങ്കിൽ അത്രമേൽ വലിയ ഗൗരവമേറിയ വകുപ്പുകളല്ല ചുമത്തപ്പെട്ടതെങ്കിൽ പ്രാഥമികമായി അല്ലു അർജുൻ വലിയ കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് തന്നെ ജാമ്യം നൽകാവുന്നതാണ്. എന്തായാലും ഹൈദരാബാദ് പോലീസ് സുരക്ഷിതമായ അവരുടെ കൃത്യനിർവഹണത്തിൽ പാളിച്ച ഉണ്ടായിട്ടില്ല എന്ന് കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു താരം എന്ന നിലയിൽ തീർച്ചയായും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ പോലീസ് ഒരുക്കിയിട്ടുണ്ടാകണം. അങ്ങനെ ഒരു മുന്നൊരുക്കത്തോടു കൂടി തന്നെയാകണം ഈ അറസ്റ്റ് എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ ടോം. വ്യക്തമാണ്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സൂപ്പർ താരം അല്ലു അർജുനെയാണ് ഹൈദരാബാദിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെ യുവതി തിക്കിലും തിരക്കിലും വിട്ട് യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് താരത്തിന്റെ അറസ്റ്റ്.